എന്ത് ചെയ്യാനും മടിക്കാത്തവനാ. വേണ്ട, ഉത്സവം കമ്മിറ്റി ഒന്നും നമുക്ക് വേണ്ട. ആർക്ക് വേണ്ടെന്ന്? നമുക്ക് കൊരങ്ങൻ നശിപ്പിച്ചു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ കുറച്ചുപേര് വെളിയിൽ നിൽപ്പുണ്ട്. ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരും. നാട്ടുകാർ ഒരുപാട് പേരുണ്ട്. അധികം പേരൊന്നുമില്ല, ഒരു 10,000 പേര് വരും, അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും. എന്താണ്? ആ കുടവിഞ്ഞെടു. നീ ഇപ്പൊ വെള്ളം കോരാൻ പോണാ? ആ കുടമല്ല, പിരിവ് കുടം. അമ്പലപ്പിരിവ് ഇവിടെയും ആകാം. സിമ്പതിയുടെ പേരിലാകുമ്പം എന്തെങ്കിലും കൂടുതൽ കിട്ടും. അതൊരു ഐഡിയ ആണ്. കുടം ഇവിടെ തന്നെയുണ്ട്. പാർവതിക്കും ഉദാരമായി സംഭാവന ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് നിർത്താറായില്ലേ? നിർത്താറൊന്നും ആയിട്ടില്ല അല്ലേ? ഓം അമരീ കമരീ ഭാര ഭ്രമരീ മുഖരീ കൃതം ദൂരിതേതു ദുരിതം ഗൗരീ ചരണ പങ്കജം. സ്വന്തം ഭാര്യയല്ലേ പിന്നെ? എന്നിട്ടാണോ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തത്? അടുത്തു വരുന്നില്ല, കൂടെ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാണ് സ്വാമി നല്ലത്. സൂക്ഷിക്കണം. ഭാര്യയോ? അല്ല, മരുന്ന് വളരെ സൂക്ഷിക്കണം. ഉദ്ദിഷ്ട വ്യക്തിക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത്. ആര് കഴിച്ചാലും ആഗ്രഹം നടന്നേ അടങ്ങൂ. കഴിച്ചയാളിന്റെ മുന്നിൽ അന്യരും ബന്ധുക്കളും പോകാതെ സൂക്ഷിക്കണം. ബന്ധം മറന്നുപോകും. എല്ലാം സ്വന്തമെന്നേ കരുതൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിച്ചോളാം. സംഭവം ഏക്കുമല്ലോ. എന്താ സംശയം? അച്ചട്ട. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? പാലിലോ പഴച്ചാറിലോ കൊടുക്കാം. പക്ഷേ കലക്കുമ്പോൾ സൂക്ഷിക്കണം. സുഭദ്രയെങ്ങാനും ഇങ്ങോട്ട് പരത്തോണ്ടോ നോക്കിയേ. കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക് എനിക്ക്. ഞാൻ പുറത്തു നിന്നോ? പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക. എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈ കൊണ്ട് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വെച്ച് പാലിരിക്കുന്നതിന് നേരെ കുനിഞ്ഞ് നമസ്കരിക്കണം. ഭഗവതി, ഇതോടെ എന്റെ എല്ലാ ഇഷ്ടങ്ങളും സുഭദ്രയെ കൊണ്ട് സാധിപ്പിച്ചു തരണേ. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 2 ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. അയ്യോ, ചതിച്ചോ? നിന്നോട് ആര് പറഞ്ഞു പാലെടുത്ത് കുടിക്കാൻ? എന്താ ഭാവം? ഒരു മുறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நாதா, உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா? போம் போம் போம், ഒരു മുறை வந்து பார்த்தாயா? നിങ്ങളെ രണ്ടിനെ ഇന്ന് ഞാൻ
അയ്യോ ഇതെന്തോ അയ്യോ അയ്യോ ഞാനല്ല കുട്ടിയാണ് അയ്യോ കുട്ടിയാണ് എന്നെ വിട അയ്യോ പിടിക്കരുത് എന്നെ പിടിക്കരുത് അയ്യോ കുട്ടിയാണ് എന്നെ അടച്ചിട്ടോളൂ അയ്യോ 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 അയ്യേ അയ്യേ പൊയ്ക്കോ, ഇനി ഒരു നിമിഷം അവിടെ കണ്ടുപോരുത്. എന്തിനാ അമ്മായി? ഞാൻ എന്തിനാ പോണേ? എന്തിനാ എന്നെ പോകാൻ പറയുന്നേ? അതൊക്കെ അവളെ നമ്പരാ മനസ്സിളകരുത് പോട്ടെ പോട്ടെ കൂടുതലൊന്നും പറയണ്ട, പൊയ്ക്കോ. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ പെട്ടിയെടുത്തങ്ങ് എറിഞ്ഞൂടെ കൊണ്ടുപോട്ടെ എറി എറി അയ്യോ, എന്റെ പെട്ടി. അയ്യോ, എന്റെ പെട്ടി. അയ്യോ, ഞാൻ കൊണ്ടുവന്ന നാരങ്ങ മുട്ടായി എല്ലാം വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുന്നു. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. എന്താ എന്താ എല്ലാരും കൂടെ എന്താ കാര്യം? അനിയൻ തിരുമേനി ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ. എന്താ കാര്യം? നേരിട്ട് പറയേണ്ട കാര്യമാ. ഒന്ന് നിൽക്കൂ. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. എങ്കിലും ഉത്സവം നടത്തിപ്പിന്റെ കാര്യത്തില് എന്തൊക്കെയോ തർക്കങ്ങൾ നടന്നു എന്ന് ഞാനും കേട്ടു. തർക്കമൊന്നും അല്ല തിരുമേനി, ഇപ്പൊ തെമ്മാടിത്തരം കൊണ്ട് ഇറങ്ങിയിരിക്കുക ഉത്സവം മുടക്കാൻ. അതേ തെമ്മാടിത്തരം തിരിച്ചു കാണിക്കാനാണോ പുറപ്പാട്? പിന്നെ കയ്യും കെട്ടി നിൽക്കണമെന്നാണോ? അല്ല, അടിയും അക്രമവും ഒന്നിനും പരിഹാരമല്ലെന്നേ പറഞ്ഞുള്ളൂ. നേരായ വഴിയാണോ? നിങ്ങളുടെ കൂടെ ഉത്സവം നടത്താൻ ഞാനും വരാം. വേണ്ട തിരുമേനി, ഇത് ഞങ്ങൾ നടത്തിക്കൊള്ളാം. ഏതു വർഷത്തെക്കാളും ഗംഭീരമായിട്ട്. ഒന്ന് മാത്രം അനിയൻ തിരുമേനിയോട് പറഞ്ഞേക്ക്, ഇനി ഒരുത്തന്റെ എങ്കിലും മേല് നോവിച്ചാൽ അതിന്റെ ഫലം വളരെ മോശമായിരിക്കുമെന്ന്. പോകാം. അല്പം പ്രസാദം എനിക്കും തരാമോ? പ്രസാദം അകത്ത് കിട്ടും. ഇല്ലിക്കൽ ഭഗവതിയുടെ പ്രസാദം പുറത്തും കൊടുക്കും. എന്നെ അന്വേഷിച്ചുവോ? ഉവ്വ്, എനിക്കൊരു വേളി ആലോചിക്കണം. എന്തായിപ്പോ ഒരു പുതിയ ബോധോദയം? ഒത്ത ഒന്നിനെ ഇപ്പോഴേ കണ്ടുള്ളൂ എന്ന് കരുതിയാ മതി. എല്ലാം ഒത്തണിഞ്ഞ അങ്ങനെ ഒരു പെൺകുട്ടി ഈ നാട്ടിലെ? ആട്ടെ, ആരാണെന്ന് പറയാ. ഏട്ടനറിയും, സുഭദ്രാമയുടെ മൂത്ത പെണ്ണ്. അത് നായരുകുട്ടിയല്ലേ? നമ്പൂരിമാർക്ക് നായർ ബാന്ധവം നിഷിദ്ധമൊന്നല്ലല്ലോ. പക്ഷെ ഒന്നറിയണം, നന്നാവാൻ തീരുമാനിച്ചിട്ട് തന്നെയാണോ ഇത്? ഇല്ലെങ്കിൽ വേണ്ട. അതിന്റെ കണ്ണീരും ശാപവും കൂടെ ഈ ഇല്ലം താങ്ങില്ല. ഏട്ടനൊന്ന് വിളിച്ചു പറഞ്ഞ സുഭദ്രാമ സമ്മതിക്കും. ഞാൻ ചെല്ലട്ടെ? ഭഗവതിയുടെ അനുഗ്രഹ അനിയന് നല്ലത് തോന്നിക്കണേന്ന് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത്. ആട്ടെ, എന്താവോ കുട്ടിയുടെ പേര്? പാർവതി. അമ്മേ, അമ്മേ, ഓടി വന്നേ. എന്താടി? കോഴിയങ്കം കഴിഞ്ഞ് വരുന്ന പോലുണ്ട്. അതെ അതെ വേണ്ടാത്ത ഓരോ ശീലങ്ങളായിട്ട് വന്നിരിക്കുക. മത്സ്യ മാംസമൊന്നും ഇതിനകത്ത് പറ്റില്ല. നോവിന്റെ ഒരു കോഴി എന്തൊരു വാസന! ഒന്ന് മറിച്ചില്ലടാ, വേഗം മുരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റിൽ ചെന്നാലും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി ചോദിക്കാന്ന്. ഒരു 2 എണ്ണം നല്ല ചകചകാന്ന് കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട് കഴിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടൂ, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ? ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിൽ നിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിനല്ലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. വരാം. ഒന്നും വേണ്ടായിരുന്നു. ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല.
പെട്ടി. ചേട്ടാ നല്ല അസല് സാധനം. നല്ലതല്ല ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റൊന്നുമില്ലേ? ഉണ്ടല്ലോ. 25 മതിയോ? തീപ്പെട്ടി ഉണ്ടോ? എന്തിന്? ലൈറ്റർ പോലെ.